ഹായ് പ്യാരെ വെച്ചോ, വളരെ എളുപ്പത്തിൽ 5 മാർക്ക് നമുക്ക് നേടിയാലോ? യെസ്, നമുക്ക് നേടാം. നാളത്തെ പരീക്ഷയിൽ 5 മാർക്ക് ഇതാണ്. സൂചനാവോ കി സഹായതാ സെ ചിത്ര കഹാനി ബനായേ. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളുടെ സഹായത്തോടെ ഒരു ചിത്രകഥയാക്കി പൂർത്തീകരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ആ ചിത്രം വളരെ മനോഹരമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് എന്ത് കാണാടാ മക്കളെ? ആദ്യത്തെ ചിത്രത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ പൂവ് വാടിയിട്ടുണ്ട്. അതേപോലെ പൂവ് എന്ത് ചെയ്യുന്നുണ്ട്? വിടരുന്നുണ്ട്. അതേപോലെ പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നനച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ പെൺകുട്ടി സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയി എന്തെല്ലാം തന്നിട്ടുണ്ട് നോക്കാം. ചൽത്ത സൂരജ്, മുർജായ ഫൂൽ, സീഞ്ചിനെ വാലി ലഡ്കി, ഖിലാ ഹുവാ ഫൂൽ, ഖുഷ് ലഡ്കി. ഇത്തരത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഐഡന്റിഫൈ ചെയ്ത് യഥാർത്ഥത്തിലുള്ള ചിത്രത്തിന് അനുയോജ്യമായി കണക്ട് ചെയ്ത് ഒരു ചിത്രമാക്കാം. അത് നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ആ ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യം സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? ചൽത്താ സൂരജ്. അതേപോലെ ഖിലാ ഹുവാ ഫൂൽ, അല്ലെ? ആ പൂവ് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല മനോഹരമായിട്ട് വിടരുന്നുണ്ട്. അതേപോലെ മുർജായ ഫൂൽ, പൂവ് എന്ത് ചെയ്തു? വാടിപ്പോയി. അതേപോലെ സീഞ്ചിനെ വാലി ലഡ്കി, അല്ലെ? ആ നമ്മുടെ നനച്ചു കൊടുക്കുന്ന പെൺകുട്ടിയെ കാണാം. പൂവ് എന്ത് ചെയ്യുന്നു? വാടിപ്പോയ പൂവിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മനോഹരമായി അത് വിടർത്തുന്നുണ്ട്. അതേപോലെ ഖുഷ് ലഡ്കി, അല്ലെ? സന്തോഷിക്കുന്ന പെൺകുട്ടിയെ നമുക്ക് കാണാം. കാരണം എന്താ? ആ വാടിപ്പോയ പൂവിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അതെന്തായത്? വിടർന്നു നിന്നത്. ഇത്തരത്തിലാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള. അപ്പൊ ഈ കഥയുടെ ഷോർട്ട് എന്താ? സൂര്യന്റെ ശക്തമായ സൂര്യൻ കാരണം നമ്മുടെ ശക്തമായ സൂര്യൻ കാരണം നമ്മുടെ പൂവ് എന്ത് ചെയ്തു? വാടിപ്പോയി. ഈ പൂവിന് വെള്ളം നനച്ചു കൊടുത്തപ്പോൾ ഈ പൂവ് എന്ത് ചെയ്തു? മനോഹരമായിട്ട് വിടർന്നു വരാൻ തുടങ്ങി. ഇത് കണ്ട കുട്ടി സന്തോഷിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ചിത്രകഥ. ഈ കഥ നമ്മൾ എന്ത് ചെയ്തു? ചിത്രത്തിന് അനുയോജ്യമായി യോജിപ്പിച്ച് കഥയാക്കി അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നാളത്തെ പരീക്ഷയിൽ 5 മാർക്ക് നേടും. അപ്പൊ എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ ബൈ.